ഹലോ ഹാഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം കേട്ടോ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഞാനും നിബിലൂട്ടിയും കൂടി ട്രിപ്പ് പോകുന്ന വീഡിയോയിലേക്ക് അടുത്ത് വരുന്നത് എന്ന്. പക്ഷേ നമുക്ക് ഇതിൻ്റെ ഇടയിൽ ഇവിടെ വീട്ടിൽ നിശ്ചിത്തയും ഇമ്മയും വാപ്പയും നിബിലൂട്ടിയും ഒക്കെ ഒന്ന് സർപ്രൈസ് വിസിറ്റ് നടത്തിയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ആ വിശേഷം കൂടി പറഞ്ഞു കഴിഞ്ഞ ശേഷം നമുക്ക് ട്രിപ്പിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു അവധി ദിവസമാണ്. അപ്പോൾ സായിക്കുട്ടി ഇന്നുമോളൊക്കെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ നമ്മൾ പുട്ടൊക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിച്ച് രാവിലെ നല്ല മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കിളിമീൻ എന്ന് ചിലർ പറയും, ഞങ്ങളുടെ നാട്ടിൽ പുതിയപ്പളകോര എന്ന് പറയും. അങ്ങനെ വളരെ കുഞ്ഞു മീനുകളാണ്. നല്ല കുറേ ബുദ്ധിമുട്ടിയിട്ടാണ് ഞാൻ ഈ മീനൊന്ന് നന്നാക്കി എടുത്തത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ മീൻ നന്നാക്കുമ്പോൾ ഞാൻ ഇന്നോട് പറഞ്ഞു, നീ ഇപ്പുറത്ത് മീനിൻ്റെ കറിക്കുള്ള സംഭവങ്ങളൊക്കെ സെറ്റാക്കിക്കോ, എന്നെ കറിക്കുള്ള സംഭവം തിളച്ച് റെഡിയായി വരുമ്പോഴേക്കും ഞാൻ മീൻ മുറിച്ച് നന്നാക്കും എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആൾ മീൻ കറിയൊക്കെ ഉണ്ടാക്കി അവസാനം കുറച്ച് വേപ്പിലയും ഇതൊക്കെ എണ്ണയൊക്കെ ഒഴിച്ചിട്ട് മീൻ കറി സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വീഡിയോ ഒന്നും എടുക്കാണ്ട് വെറുതെ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോഴാണ് നിബിലൂട്ടി പറഞ്ഞത് അവർ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് പെരിന്തമണ്ണ വരുന്നുണ്ട് എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, എന്നാൽ പെരിന്തമണ്ണ വരികയല്ലേ, എന്നാൽ നേരെ ഇങ്ങോട്ട് പോകുന്നു, നമുക്ക് നാളെ തിരിച്ചു പോകാൻ പറഞ്ഞു. നാളെ ഞായറാഴ്ച അല്ലേ. അപ്പോൾ അങ്ങനെ അപ്പോൾ വീട്ടിൽ നിന്ന് എല്ലാവരും വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് പഴമൊക്കെ വാങ്ങിച്ചു. മുട്ട പിന്നെ നമ്മൾ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും വരുമ്പോൾ മുട്ടയും പഴവും പുഴുങ്ങിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. പണ്ട് പുതിയാപ്പിള്ളേർ വീട്ടിൽ വരുമ്പോൾ മുട്ടയും പഴമായിരുന്നു അത്രയും കൊടുക്കുക. എനിക്ക് എന്തായാലും ഈ മുട്ടയും പഴവും എന്നുള്ള ഈ കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാനിത് മുട്ട നമ്മൾ എഗ് ബോയിലറിൽ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. പഴം നമുക്ക് ഇങ്ങനെ ഉപ്പിട്ട് വേവിക്കേണ്ട കാരണം കൊണ്ട് ഞാൻ ഈ കുക്കറിൽ വെച്ചിട്ടാണ് കേട്ടോ ഇത് വേവിക്കുന്നത്. പക്ഷേ ഈ സ്റ്റീൽ കുക്കറിൽ വേവിച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്നറിയോ, പെട്ടെന്ന് പഴുത്തിട്ട് നമ്മളെ പിടിവിട്ട് പോകും. അതാണ് ഈ സ്റ്റീൽ കുക്കറിൽ പഴം പുഴുങ്ങിയാലുള്ള പ്രശ്നം. എല്ലാവരും വീട്ടിൽ വരുമ്പോൾ നല്ല മണം കാണാം. അതിന് നല്ല മണം ചന്നത്തിൽ കത്തിക്കാൻ ഫോൺ എടുക്കണ്ടേ തോന്നുന്നു. സായിക്കുട്ടി ഫുള്ളൊക്കെ കുളിച്ച് വന്നു. ഈ സായിക്കുട്ടിക്ക് ഞങ്ങൾ പോകുമ്പോൾ ഓനക്ക് ഇടവുണ്ടാവില്ല. ഓനക്ക് പൂളില്ല, ഓന് അഭ്യാസവാക്ക് വരുമല്ലോ. അപ്പൊ സിദ്ധാർത്ഥക്ക് നിജമ്മ കന്മൊക്കെ ഇറങ്ങുന്നുണ്ട്. അപ്പൊ സായ്മ കരക്കി ഇരുന്ന് നോക്കും. കാരണം ഓന്റെ കോട്ടന്നൊക്കെ കഴിഞ്ഞിരിക്കണം. നോക്കിയിട്ടും കുട്ടി ബാക്കിയാക്കാൻ നല്ല ഇഷ്ടം ബന്ധപ്പെടണം. എന്തായാലും സ്റ്റീൽ കുക്കറിൽ പഴം പുഴുങ്ങിയിട്ട് നല്ലവണ്ണം വെന്ത് അളിഞ്ഞിട്ടുണ്ട്. പക്ഷെ തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവും, വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കണം. നമ്മളെ എഗ് ബോയിലറിൽ എഗ്ഗ് എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ എഗ് ബോയിലറിലെ കാരണം കൊണ്ട് നല്ല സുഖമാണ്. അത് തന്നെ ഓഫാവും ചെയ്യും, അത് കറക്റ്റ് വേവ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ ഇപ്രാവശ്യം നമുക്ക് നിബിലൂട്ടി വാപ്പയും ഉമ്മയും പിന്നെ നിജീത്തയാണ് ഉള്ളത് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ ഇരുന്നുണ്ടായിരുന്ന സമയത്ത് നിജി കുട്ടികളുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ നിജി കുട്ടികളും ഉമ്മയും വാപ്പയുമാണ് ഗസ്റ്റുകൾ. എന്തൊക്കെയത് പഴക്കല എന്ത് ആ അപ്പം അമ്മച്ചി വന്നു. ആവശ്യത്തിന് വന്നാ ഇവിടെ ഒന്ന് ചെറുപ്പ് കാണാണ്ടായിരുന്നില്ല. ഇത് ഇവിടെ അത് ഇന്ന ചെറുപ്പാ ഞങ്ങളുണ്ടേ ചെറുപ്പ് കാണണ്ടായിരുന്നില്ല. എനിക്കുണ്ടേ അമ്പടാ അതിന്റെ എനിക്ക് എന്നോ ഓൻ ചീർപ്പേ കണ്ടതുള്ളൂ. നീ എന്നോ ഒഴിയാക്കി കുപ്പായിരുന്നു. രസം കണ്ടാ പിന്നെ നടക്കലാ തരില്ല. പക്ഷെ തരില്ലെന്ന് മാത്രം. ഉമ്മച്ചി വരും ഉമ്മച്ചി ഉണ്ണി കൂട്ടാ വാ, മുട്ടയും പഴമുണ്ടടാ. കൊച്ചുമുതലാളി ഇവിടെ ഡാഡി ആരെന്നെ ആരംഭിച്ചു. ആ വെരി ഗുഡ്. ചായ ഓക്കെ ആണോ? കുഴപ്പമുണ്ടോ? ചായക്ക് ഓക്കെ ആണോ? അസൂട്ടാ നോക്കടാ. ജിജി കൊടൈക്കനാലിൽ നിന്ന് കൊടുന്ന മാഷ് മെലോസ് ഒക്കെ ഉണ്ട്. നിനക്ക് ഇഷ്ടം മാഷ് മെലോസ്? അയ്യോ മുഖത്തെ എക്സ്പ്രഷൻ കാണട്ടെ. രസണ്ടാ? ഇരുന്നൂടി ചെങ്ങായി. ഞാനേ ഇന്നുമോളെ നമ്മൾ എത്ര
പേരാ വരുന്നതെന്ന് അവൻ 8 പേരെന്ന് കണക്കെടുത്തു. അപ്പൊ 8 മുട്ട പുഴുങ്ങാന്ന് വെച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു 8 മുട്ട വേണ്ട, അത്ര കുറച്ച് ഒരു 2-3 എക്സ്ട്രാ ഉണ്ടായിക്കോട്ടെ പറഞ്ഞപ്പോ അത് അത്ര മതി പറഞ്ഞു. ഞാൻ പറഞ്ഞു എങ്ങാനും ഈസൂട്ടർക്ക് മുട്ട നല്ല ഇഷ്ടമാണ്, അപ്പൊ ഈസൂട്ടിന്റെ എങ്ങാനും മുട്ടന്റെ മുകളിൽ കയറി ഇരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ മുട്ട ഉണ്ടാവില്ല പറഞ്ഞു. എന്നാ പറഞ്ഞ പോലെ തന്നെ അത് നമ്മൾ എക്സ്ട്രാ പുഴുങ്ങിക്കണം, നീ കഴിച്ചണം, നീ വിഷയമല്ല, 2 എക്സ്ട്രാ പുഴുങ്ങിക്കണം. അവന് കൊടുത്തേക്കേ. അവന് ഗസ്റ്റ് എന്നിട്ട് പുറത്ത് കഴിച്ചിട്ടാണ് എടുക്ക ചെയ്തത്. ഓന്റെ മുഖം നോക്കൊക്കെ കണ്ണും ചോപ്പിച്ചു വന്നിരുന്നോ. കുട്ടിനെ അഭിയാഷ്വാക്കിനെ കുട്ടി ഓൻ നോക്കിക്കോളും. ഞങ്ങൾ ഇനി എത്ര നേരം കക്സിലേക്ക് പോകണം. ഇങ്ങനെ ഈ ഡ്രസ്സ് മാറ്റാൻ നോക്കിഞ്ഞേ നെവിലൂട്ടി അടിപൊളി ചുരിദാറൊക്കെ എടുത്ത് നമ്മൾ നല്ലപോലെ കവർ ചെയ്തിട്ടാണ് വീഡിയോ എടുക്കാതൊക്കെ രക്ഷപ്പെടുന്നത്. വീഡിയോ എടുത്ത് പുതിയ ചുരിദാർ യെസ് കമോൺ. ഉമ്മച്ചെടുത്ത് വന്നതും ചോദിക്കുന്നുണ്ട്. നമ്മൾ ഈ ചെടികൾക്കൊക്കെ വിഷം, ഈ ചെടികളുടെ ഇല കേടുവരാതിരിക്കാൻ ഇന്ന വിഷം വാങ്ങിച്ചിട്ട് പറഞ്ഞേ അതൊക്കെ സ്പ്രേ അടിച്ചാൽ കഴിക്കുന്നുണ്ട്. കാണാത്ത ചെക്കന്മാരെ എന്നാ ചെക്കന്മാര് പോയിക്കോട്ടെ, ഓരെങ്കിലും 8 മണിക്ക് ഇറങ്ങട്ടെ. അതാ നജിത്ത ഫാമിലി വന്നു. ഇങ്ങോട്ട് പോരട്ടെ. അവിടെ അല്ല, മേലെ അടുത്ത സ്റ്റെപ്പ്. അല്ലല്ലോ കൊറേ ആളുകൾ ഓട്ടോയിൽ പോയി, കൊറേ ആളുകൾ കാറിൽ പോയി. ഞങ്ങൾ ആരോഗ്യമുള്ള ചെറുപ്പക്കാര് നടന്നിട്ടാ പോകുന്നത്. എന്റെ ഈക്കുന് പിന്നെ നമുക്കൊന്ന് ചെറുപ്പമില്ലേ? അതെ, ചെറുപ്പം നോമ്പ്. നടന്നോളി കുരിപ്പോളെ വേഗം, കുരിപ്പോളെ വേഗം നടക്കിങ്ങളെ. ഏതായാലും ഡ്രസ്സും ഗൈസ് അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട്. ഓടി നടന്നോടി കുട്ടികളെ. എന്തായാലും ഡ്രസ്സൊന്നും മാറ്റില്ലാത്ത കാരണം കൊണ്ടേ നേരത്തെ കാലത്ത് തന്നെ പോയിട്ട് വേഗം പോയി കുളത്തിൽ ചാടാം. വേഗം ചാടിയാൽ മതി. വേഗം വരും. മാമ കൂട്ടിനെ പിടിച്ചിരിക്കാൻ പോവാ. നീ തന്നെയാ. അതാ അവൾക്ക് ഡ്രസ് മാറ്റി കൊടുക്കേ. ഡ്രസ് മാറ്റണം. നടക്കട്ടെ. ഏതാപ്പത്? ഒരു മിനിറ്റ്. എടി ഇതൊന്നും കണ്ട് അണക്ക് ഇറങ്ങാൻ തോന്നുന്നില്ല. സത്യം പറഞ്ഞാലേ ഇവിടെ എങ്ങനെ ഇരിക്കുന്ന സുഖമായിക്ക് ചാടിയാ കിട്ടും. ആർക്ക് തോന്നുന്നു അപ്പൊ അവിടുന്ന് അങ്ങനെ നമ്മൾ സ്വിമ്മിംഗ് പൂളത്തെ കളിയെല്ലാം കഴിഞ്ഞ് നമ്മളെ കൊണ്ടേ വന്നിക്ക. നീ വന്നിക്ക. അതെ, എന്നാ ചാറ്റാ പോയിക്കോളി. ചാറ്റാ ബൈ. അങ്ങനെ കുറച്ച് ടീമുകൾ കാറിലും കയറി. യെസ്, ഞങ്ങള് വീണ്ടും ആരോഗ്യമുള്ളവർ വീണ്ടും നടക്കാൻ പോവാണ് കേട്ടോ. ഇമ്മച്ചി നിങ്ങൾ കേറിക്കോളി. ഇമ്മ കാറില് പയ്യേ ഇമ്മച്ചി കേറിക്കോളി. ആണോ? ഇസുട്ടോ വായോ മസിൽമാൻ. എന്തെങ്കിലും വീട്ടിൽ കയറാതെ കാത്തിക്കണം ഇവിടെ. അണ്ണൻ തമ്മിക്ക് ചർച്ച കഴിഞ്ഞ നേരല്ല. കേറി ചെങ്ങായി പെരക്ക ഒത്ത് കേറി. ഇനി ബാക്കി ചർച്ച അവിടെ ആവാം. നെജിയമ്മ വരുമ്പോ കുറെ ബേക്കറി ഐറ്റംസ് കൊടുത്തിട്ടുണ്ടോ. വാപ്പ പിന്നെ വന്നതും ചായ ഉണ്ടാക്കുന്നതും ചായ കൊടുക്കുന്നതിനുമായി തിരക്കിലാണ്. ഇസുട്ടാ ഐഷുമ്മ നീ ഇങ്ങോട്ട് വന്ന് ഓർമ്മ ഉണ്ടോടി നിനക്ക്? ഐഷുമ്മ
ഇന്ന് നൈറ്റ് നമ്മൾ ഫുഡ് ചിക്കൻ പൊരിച്ചത് ദാല് കറി പിന്നെ നെയ്ച്ചോറ് അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ചിക്കൻ പൊരിച്ചതും ദാല് കറിയും ഒക്കെ ഇന്നുമോളുടെ വകയാണ് കേട്ടോ. നെയ്ച്ചോറ് പിന്നെ നമുക്ക് എല്ലാവരും വന്നിട്ട് രാത്രി നിജിത്ത ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ നെജി വരുമ്പോൾ കുറേ പലഹാരങ്ങൾ കൊടുത്തിരുന്നു. അതോട് തന്നെ എല്ലാവർക്കും സപ്ലൈ ചെയ്യുന്നുണ്ട്. 2 എണ്ണം കൂടിയും മാൾട്ടോവ ഉണ്ടാക്കണ് ഗൈസ്. ഹാഫ് ഷെഫ്ക്കാക്കെന്താ ഫുള്ളോ? ആ ഒരു വെള്ള ഇത് കണ്ടോ കറുപ്പ് മൂടിയുള്ള അടിയിലടിയില് എന്നെ അപ്പൊ താറ്റിയാ പോരെ. നെജിത ആദ്യമായിട്ട് ഫുഡ് പ്രോസസർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വല്ലാത്തൊരു ഫുഡ് പ്രോസസറായി പോയിട്ട് കമന്റ് ഉണ്ടാവും കേട്ടോ. നല്ല ഉള്ളി തൊട്ടൊക്കെ നൈസ് ആയിട്ടില്ലേ? പെട്ടെന്നായി ആ ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ സുഖാണേ കൊറേ ആൾക്കാർ വരുന്നുണ്ടെങ്കിലേ. പിന്നെ വേഗം അലിയും ചെയ്യും. കാരണം നൈസായിട്ട് അരിയണ കാരണം കൊണ്ട് വേഗം വാടും. അനക്ക് ഇഷ്ടപ്പെട്ടാ? ഞാൻ ഇതിനെ കണ്ണു വെച്ചിട്ട് അടിപൊളിയല്ലേ? ഉപ്പുവാവിക്കൊക്കെ ഇടണമെങ്കിൽ പിന്നെ നമ്മൾ കുറച്ച് നേരം കിച്ചണിൽ തന്നെ വർക്കിലായിരുന്നു കേട്ടോ. അമ്മ പിന്നെ അസിസ്റ്റൻസ് വർക്കൊക്കെ ആയിട്ട് നമ്മളെ കൂടെ തന്നെ ഉണ്ട്. പ്ലാനിങ്സ് അന്റെ പുറത്ത് കിട്ടിയില്ല. അന്റെ തല മാത്രമല്ല അന്റെ തല പുറത്താണടാ. ആ ഗ്രൂപ്പാണ് ഈ ഗ്രൂപ്പ്. അണ്ടിമുതിർക്ക് ഇഷ്ടല്ല. അതെ അണ്ടിപ്പരിപ്പുണ്ടല്ലോ ഈ നെയ്ച്ചോറിന് എല്ലാരും തുപ്പിടും. ഞാൻ ജിമ്മിക്ക് പോകുമ്പോ കിട്ടുന്ന അണ്ടിപ്പരിപ്പാണ്. ആവശ്യം ചോദിച്ചാ പാത്രത്തിലിട്ടരും പ്ലേറ്റ് തരും. എന്റെ പാത്രത്തിന്റെ ആണോ? ആയിക്കോട്ടെ. നബിലാമ ഇരുന്ന് കഴിവ് കാണുന്നോണ്ടിരിക്കണം. നീ വിരല് മാറ്റി മാറ്റി ചെയ്യൂ. ഇല്ലേ പിന്നെ അശ്വിന്റെ മുഖം നോക്കി ഇവരൊക്കെ എന്തിനാണ് ഇങ്ങനെ ബഹളം? എനിക്ക് ദേഷ്യം. കരയാൻ പാടില്ല. നമ്മള് വിരുന്ന് വന്നതല്ലേ. നോക്കറായി കല്യാണമാണ്. ഇന്നുമോളുടെ ദാല് കറി ഇട്ടാ. ഇന്നുമോളുടെ ദാല് കറി നമുക്ക് ചെറുതായിട്ടൊന്ന് ദാല് നേരത്തെ നല്ല അടിപൊളിയല്ലേ? തിളച്ച് വെള്ളം ദോഷിച്ചു അപ്പൊ ഒന്ന് ലൂസ് കറക്റ്റ് പാകാവുന്ന. എന്റെ അസുഖം ഇങ്ങനത്തെ ബിരിയാണി കഴിച്ചിട്ടുണ്ടോ ചിലപ്പോ? ബിരിയാണി ഇത് കൗതുകം കൊണ്ട് അന്തം വിട്ടു. നമ്മളെ കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാത്ത കുട്ടികളുടെ കാര്യട്ടോ പറഞ്ഞത്. ഇതിന്റെ ഉള്ളിലൊരു ചിക്കൻ വെക്കണം. അത് പറ്റില്ല. അത് പറ്റും. എല്ലാവർക്കും അങ്ങനെ തന്നെ. അതൊക്കെ യജമാനെ പുതിയ ക്രിയേറ്റിവിറ്റിന്റെ അങ്ങേ തലക്കാണ്. അത് കുട്ടികൾ ഇപ്പോഴേ വന്ന് സീറ്റ് പിടിക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ വരും. പറയണേ ആ ദാല് പാലല്ല ദാല് കണ്ട് എല്ലാരും കണ്ണു വെച്ചപ്പോഴേ തോന്നി. സത്യം നല്ല നല്ല എന്താ പറയാ നെയ്യ് പോലെ ഇരിക്കുന്ന പാല്. എല്ലാരും കണ്ണു വെച്ച് കുളത്തിലാക്കി. കുറച്ച് ഉപ്പിടേണ്ടി വരില്ലേനോ? ഉപ്പിടണം. എങ്ങോട്ട്? പോയി കളക്ടറോട് ചെല്ല്. മാങ്ങ വേണം, വെളുത്തുള്ളി വേണം. അതെ ഡാഡിക്കുള്ള ഫുഡായിട്ടുണ്ട്. ഇതൊരു നോർത്ത് ഇന്ത്യന്റെ പ്ലേറ്റിക്ക് നോക്കി വരണ്ടല്ലോ. ഒരു മെലിഞ്ഞ കോഴിയായിരുന്നു. അതുകൊണ്ടാണ് കാലം അങ്ങനെ കേട്ടോ. കാര്യമാക്കണ്ട. രാത്രി ഒരു 2-2:30 മണിയായപ്പോ ഉണ്ണിമോന് ഡ്രസ്സൊക്കെ ഇട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ കുഞ്ഞുങ്ങൾ പോവുകയാണത്രേ. ഇവിടെ കിടക്കാൻ നേരത്ത് 2 കൂടി വിളിച്ച ഓനേത് പാതിരാത്രിക്ക് ഇറങ്ങിപ്പോകും.
ഇത് സമയം രാത്രി ഒരു 2:30 മണിയാണ് കേട്ടോ, പുലർച്ചെ 2:30 മണി അങ്ങനെയല്ലേ പറയുന്നത്. അപ്പോൾ ഷെഫ് മോൻ അല്ലെങ്കിൽ തിരിച്ച് പോകുമെന്ന് പറഞ്ഞ് വന്നിരുന്നു തന്നെയായിരുന്നു. അവർക്ക് രാവിലെ എറണാകുളത്തേക്ക് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അത്ര, ഷെഫ് മോനും ഉണ്ണിമോനും കൂടിയിട്ട്. അപ്പോൾ പിന്നെ ഓക്കെ, അപ്പോൾ നമ്മൾ ഉറങ്ങാൻ ഏകദേശം സമയമായപ്പോൾ ഉണ്ണിമോനും ഷെഫ് മോനും കൂടിയിട്ട് തൂതിയിലേക്ക് അങ്ങനെ അവൻ്റെ ഓലയിൽ പോയി. അപ്പോൾ രാത്രിത്തെ വിശേഷങ്ങൾ ഇത്രയാണ്. ഇനി നമുക്ക് രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ കാണാം. രാവിലെ തന്നെ നമ്മളെ വാപ്പ നേറ്റ് ഉമ്മർത്തിരിക്കുന്നുണ്ട്. നമ്മൾ ഇസൂട്ടനും അസൂട്ടനും ഒക്കെ എഴുന്നേറ്റിരിക്കുന്നു കേട്ടോ. സായിക്കുട്ടി എഴുന്നേറ്റിട്ടില്ല. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് ഉദ്ദേശിച്ച്. ഇന്നലെ നമ്മൾ ഇന്നുമോള് ദാൽ കറി ഉണ്ടാക്കിയപ്പോഴേ ഞാൻ 1/2 kg ദാൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പരിപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ കുറച്ചൊരു വെള്ളരിക്ക കറിക്ക് വേണ്ടി എടുത്തിരുന്നു. അവൾ ബാക്കി ദാൽ കറിക്ക് വേണ്ടിയിട്ട് ഏകദേശം 1/2 കിലോ ഒരു 400 ഗ്രാമെങ്കിലും എടുത്തിട്ടായിരിക്കും ഈ ദാൽ കറി ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അത് കാരണം കൊണ്ട് കുറേ ദാൽ കറി ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ചപ്പാത്തിക്ക് ഈ പരിപ്പ് കറി നല്ല രസമായിരിക്കൂലേ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ വിചാരിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. രാവിലെ എഴുന്നേറ്റിട്ട് നബിലൂട്ടി നമ്മൾ കിടന്ന പായും കിടക്കയും ഒക്കെ മടക്കി വെക്കുന്നുണ്ട്. ഞാൻ ചപ്പാത്തി എല്ലാം കുഴച്ച് ഉരുളാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നെജി വന്നിട്ട് പരത്തി തരാം, എന്നോട് ചുട്ടോളം പറഞ്ഞു. അപ്പോൾ ആൾ ആദ്യം പറഞ്ഞത് അവൾ തന്നെ പരത്തും ചെയ്യും, അവൾ തന്നെ ചുടും ചെയ്യുന്ന പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഞാൻ അത് കുറേ സമയം എടുക്കൂലേ, ഞാൻ ഇന്ന് ചുട്ട് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും നെജിയും കൂടി ചപ്പാത്തി ഉണ്ടാക്കണേ. എന്തുവാ ഇവിടെ കുട്ടി ഇറങ്ങി അങ്ങനെ പോവാ. ഞാൻ എനിക്കൊന്നും എങ്ങനെ ഇപ്പൊ തന്നെ ഓടിക്കളിക്ക. അപ്പിട്ടൂന്നോ? ആര്? ഏതപ്പന്റെ മുടി? ഫ്രീക്ക് ഹെയർ സ്റ്റൈൽ സൂപ്പർ ആർന്ന ഇങ്ങനെ സൂപ്പർ. ഞാൻ ഇഷ്ടപ്പെട്ട സ്ഥലം ഞാൻ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ സെറ്റാക്കി. ചപ്പാത്തി അല്ല നബിലാമല്ല, ചപ്പാത്തി ചൂടാന്നോ പരത്താന്നോ? വേറെ ജോലിയില്ല, അതുകൊണ്ടാണ് നമുക്ക് ഇന്നവിടെ പ്രതീക്ഷിച്ചാൽ മതി. അവിടെ പ്രതീക്ഷിച്ച് 2-3 കോപ്പടിയൊക്കെ പറഞ്ഞെടുത്ത് ഒരു എന്റർടൈൻമെന്റ് ഓൺലൈൻ എന്റർടൈൻമെന്റ് പ്രോസസ്. എന്റർടൈനിങ്ങുകളാണ്. അതല്ല അതിന് വേണ്ടി ചമ്മളം മുടങ്ങിയിട്ടുണ്ടോ ചൂട്ടാ വെറുതെ ചപ്പാത്തിയൊക്കെ. സഗായ്സ്, അൻമോൾ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് എങ്ങനെ പോണു? ഒപ്പന പ്രാക്ടീസ് ചെയ്യാൻ അല്ലേ? ഒപ്പന കളിക്കാനൊക്കെ ഉണ്ട്, ഓൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പോവാ. എങ്ങടെ കുട്ടികളെ വീട്ടിക്കോ? കുട്ടികളെ വീട്ടിൽ ഒപ്പന പ്രാക്ടീസ് ചെയ്യാൻ പോവാറായോ? 10 മണിക്ക് അവിടെ എത്തണം. ഓ 9:45. ഇതാണ് നമ്മളെ അബിക്കുട്ടൻ. അബിക്കുട്ടൻ കിടന്നുറക്കുക. ഇത് നല്ലൊരു ഐഡിയ കേട്ടോ. ഓനക്ക് മാത്രം ടീഷർട്ട് ഇല്ല, വെല്ലിപ്പാന്ന് വിചാരം. അശുടി ചാവടിക്കുക ഇല്ല. എല്ലാരും പറയട്ടെ ഈ ഐഷുക്ക് ചീത്ത കുട്ടിയായി. കുറച്ച് മൊബൈൽ മാറ്റിക്കാൻ നോക്കട്ടെ. മൊബൈൽ മാറ്റിയാ മതി. സൂപ്പർ പറയാം, നല്ല അടിപൊളി. ഇന്ന് മൊബൈൽ ഇതാ. ആവേശകരമായ ചെസ് മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. നടക്കുന്നില്ലല്ലോ. എന്താണ് ഈ റൂം തുറക്കുകയാണെങ്കിൽ കുറച്ച് ഗെയിമേഴ്സിനെ കാണാൻ സാധിക്കുന്നതാണ്. സിനിമ അപ്പോൾ ഇവിടുന്ന് പോണതിൻ്റെ മുമ്പ് നബിലൂട്ടിക്കും ഇന്നുമോൾക്കും ഒരു റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രക്സ് ലൈഫിൽ പോകില്ലേ, അവിടെ പോയിട്ട് ഒരു റീൽസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് കേട്ടോ അവർ രണ്ടുപേരും. നമുക്ക് റീൽസ് എടുക്കാൻ പോകാനുണ്ടോ? നീയാണോ ക്യാമറമാനോൻ? ക്യാമറമാനോൻ ഓനാണ്. നീയും പോകുന്നുണ്ടോ? നീ എങ്ങോട്ടാ പോകുന്നേ? എടി ഇങ്ങോട്ട് നോക്കടി, നീ എങ്ങോട്ടാ പോകുന്നേ? വലിയ പുള്ളിയാവാറില്ല. സോറി. നീയും പോകുന്നില്ലേ? ഞാൻ പോവാ. നമ്മൾ നീ നന്നായി പോയിട്ട് വേഗം വേഗം വന്നോളണം. നമ്മുടെ കുറെ പാത്രം കേൾക്കാറുണ്ട്. പ്രശ്നം ചെരുപ്പാണ്. 妈妈。 ഇപ്പൊ ഇവിടുന്ന് പോണതിന് മുമ്പ് നബിലൂട്ടി ഇന്നുമോൾക്കും ഒരു റീൽസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ്. No. സിനിമ. No. 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 No.
പ്ലീസ് ഒരു ബ്ലീച്ചും വേഗം പോവാൻ കറിയുടെ കാര്യം കയറ്റാതെ കൊണ്ടുപോകും ഈ നോയും പറഞ്ഞോടെ നിന്നോ. ഷാനുമോനിക്ക് ഒരു വലിയൊരു ബോട്ടിൽ എണ്ണയാണ് ഉമ്മച്ചി ഉണ്ടായി കൊടുത്തിട്ടുള്ളത്. എടാ എന്താർക്ക് എണ്ണനെ കുറിച്ച് പറയാനുള്ളത്? നല്ല എണ്ണയാണ്, അത് ഭയങ്കര ഇഷ്ടാ. ഓ പറയണത് എന്നെ ഒരു ടിന്ന് എണ്ണ ഞാൻ കണ്ട് തേച്ച് വെളുക്ക് കണ്ട് വെളുക്കിന്റെ പാർട്ട കണ്ട്. എന്താ വെളുക്ക്? എവിടെ നിന്റെ ഫ്ലവർ എവിടെ? ഐഷമ്മ ഫ്ലവർ എവിടെ നിന്റെ? അതാ അത് എടുത്ത് പറിച്ചിട്ട് തന്നിപ്പോ. റീൽസ് എല്ലാം എടുത്ത് കഴിഞ്ഞ് വന്നപ്പോഴേ നിബിലൂട്ടിക്ക് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവൾക്കൊരു നേന്ത്രപ്പഴം എടുത്തു കൊടുത്തു കേട്ടോ. ഇവിടെ നെജി ആണെന്നുണ്ടെങ്കിൽ പൊരിച്ച പഴം കഴിക്കുന്നു, നിബിലൂട്ടി ആണെന്നുണ്ടെങ്കിൽ പച്ചപ്പഴം കഴിക്കുന്നു. പച്ചപ്പഴമല്ല പഴുത്ത പഴം കഴിക്കുന്നു. നമ്മുടെ ഈ വീഡിയോയിൽ മിക്കവാറും കമൻറ്റ് ബോക്സ് ഓഫ് ആയിരിക്കും കേട്ടോ. നമ്മുടെ ചാനലിൽ കുട്ടികളെ കുറച്ച് നേരം കാണിച്ചാലേ കമൻറ്റ് ബോക്സ് എന്താണെന്നാവോ ഓഫ് ആവുന്നുണ്ട്. ഒരു വീഡിയോ ഇടുമ്പോഴേ നമുക്ക് നിങ്ങൾ നെഗറ്റീവ് പറഞ്ഞാലും പോസിറ്റീവ് പറഞ്ഞാലും അത് കാണാൻ ഭയങ്കര രസമാണ്. കമൻറ്റ് ഓഫ് ആവുന്നത് എന്നെ സംബന്ധിച്ചും ഭയങ്കര സങ്കടമുള്ളൊരു കാര്യം. നമുക്ക് ഒരുമിച്ച് ഇറങ്ങാം. പക്ഷെ ഓർക്ക് കാറാ നിക്കുന്നുണ്ട്, എനിക്ക് ഓട്ടോയാ നിക്കുന്നത്. വെയിറ്റിംഗ് ചാർജ് അല്ലേ? ആ പാട്ട് പാടിക്കാൻ ചൂടാണ് ചൂടാണ് ചൂടാണ്. മാമനാണ് കുട്ടനെ എടുത്തിക്കണത്. അഭികുട്ടൻ നീ പോവാടാ. നമ്മള് വീട്ടിൽ നിന്ന് കൊടുത്ത ബ്ലാങ്കറ്റാണ് കേട്ടോ. കുറെ ആളുകൾ വരുമ്പോ നമ്മള് വീട്ടിൽ നിന്ന് ഉമ്മച്ചിനോട് ഈ ബ്ലാങ്കറ്റ് കൊണ്ടുവരാൻ പറയാം. അപ്പൊ നമുക്ക് വിരിച്ചിട്ട് കിടക്കാൻ സ്ഥലം വേണ്ട അതിനല്ലേ. എന്നാ ചെല്ലേ, അതെ നീ തന്നെ കൊണ്ടുവച്ചോ. എല്ലാരും ഇറങ്ങി കേറി വാ മക്കളെ പോലെ ഇറങ്ങി വാ മക്കളല്ലേ. നെജിക്കാണെങ്കിൽ എല്ലാവരും അവിടെ പോയാലും സമാധാനം കിട്ടുള്ളൂ വെച്ചിട്ടാണ് നെജി പതുക്കെ തട്ടിമുട്ടി നിൽക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ. ഇൻഷാ അല്ലാ അടുത്ത വിശേഷങ്ങൾ നമ്മൾ നെബിലൂട്ടി നമ്മളൊക്കെ ടൂർ പോയ വിശേഷങ്ങളായിരിക്കും. അത് നമ്മൾ അധികം എഡിറ്റിംഗ് ഒന്നും ഇല്ലാതെ വേഗം അപ്ലോഡ് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയ്ക്ക് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യും കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയുമായി ഉടനെ കാണാം. അതുവരെ എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. അയ്യോ ലക്ഷങ്ങൾ വിലയുള്ള സെറ്റായിട്ട് സായി കുട്ടിയാ എന്നോട് നീ പോവുകയാണോ? പോയാലും അടുത്ത് വരാൻ പറ്റുള്ളൂ. അത് ശരിയല്ലേ? ഇടക്കിടക്ക് വിരുന്ന് തരണ്ടേ? ആയിക്കോട്ടെ. സുലുവിന് ഇപ്പൊ അങ്ങോട്ട് വിരുന്ന് തരാൻ പറ്റതായി. ആന്ന് കുട്ടികൾ സമ്മതിക്കൂലേ? നമുക്ക് അങ്ങോട്ട് പോവാം അമ്മാനെ. സുലൈമാൻ ഇങ്ങോട്ട് വരണം, ഞങ്ങൾ അങ്ങോട്ട് വരാന്ന്. അടച്ചാ അസൂട്ടനെ മുതലാളി സങ്കടപ്പെടണ്ടാ, പോയാലേ വരാൻ പറ്റുള്ളൂ. അതെ ടാറ്റ.